നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അത് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്തുകൊണ്ട് അശുദ്ധരാകാൻ നമ്മളാരും ആഗ്രഹിക്കാറില്ല. പക്ഷെ പലപ്പോഴും പലരെയും തിന്മ ചെയ്യാൻ അവരുടെ മനസ്സ് പ്രേരിപ്പിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും തിന്മയോട് മനുഷ്യന് ആഭിമുഖ്യം കൂടുന്നത് എന്ന് ചോദിച്ചാൽ, അത് തിന്മയെക്കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടോ തിന്മ ചെയ്താൽ അനുഭവിക്കേണ്ടുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ബോധം അതില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷ ഉണ്ട്, അത് അനുഭവിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ശിക്ഷ എന്ന് പറയുന്നത് അത് എപ്പോഴോ ഒരിക്കൽ വരാനിരിക്കുന്ന ഒരു മരണാനന്തര ലോകത്തല്ലേ, അത് അപ്പം നേരിടാം എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും തിന്മകൾ ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല തിന്മകളും തിന്മകളാണ് എന്നറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അതിന് ഗുരുതരമായ ശിക്ഷകളുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾക്കുള്ള തെറ്റുകൾക്കുള്ള ശിക്ഷകൾ അത് എപ്പോഴോ ഒരിക്കൽ ഒരു മരണാനന്തര ലോകത്തൊരു പരലോക ജീവിതത്തിൽ വെച്ച് മാത്രം അനുഭവിക്കുകയോ നേരിടുകയോ ചെയ്യേണ്ടതല്ല. പകരം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വെച്ചു തന്നെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരും ചെയ്ത തിന്മകളുടെ ഫലം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ഭൂമി ലോകത്ത് നന്മയ്ക്കെതിരെ നിന്നിട്ടുള്ള, വിശുദ്ധ ഖുർആനിൻ്റെ പാതയിൽ നിന്ന് ബോധപൂർവം വഴിമാറി സഞ്ചരിച്ചിട്ടുള്ള സമൂഹങ്ങൾക്കും വിഭാഗങ്ങൾക്കുമൊക്കെ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയ്ക്ക് പുറമെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിലെ ദുർമാർഗികളായിട്ടുള്ള തിന്മകളിലൂടെയും വൃത്തികേടുകളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനും അത് പാഠമാകാനും വേണ്ടി വിശുദ്ധ ഖുർആൻ അത്തരം ചരിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, വരച്ചു കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ലോകത്ത് ഒരു പ്രവാചകന്റെ ജനത, അത് ആ പ്രവാചകൻ വന്ന കാലഘട്ടത്തിലെ ഒരു വിഭാഗം ആളുകൾ വളരെ വൃത്തികെട്ട മ്ലേച്ഛമായ ഒരു പ്രവർത്തനത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു. ലൂത്ത് നബിയുടെ ജനത എങ്ങനെയാണ് പടച്ചറബ്ബ് സമൂഹത്തെ നശിപ്പിച്ചത് എന്ന ചിത്രം വളരെ കൃത്യമായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല പ്രവാചകന്മാരും വന്ന കാലഘട്ടങ്ങളിലെ പ്രതിയോഗികൾ എങ്ങനെയായിരുന്നു അവർ തെറ്റുകളും തമ്മാടിത്തരങ്ങളും തിന്മകളും ചെയ്തത്, ആ തിന്മകൾ ചെയ്ത വ്യക്തികളെയും സമൂഹങ്ങളെയും ഈ ഭൂമി ലോകത്ത് വെച്ച് പടച്ചറബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന്, ആ കൈകാര്യം ചെയ്ത ചിത്രം ചരിത്രവുമൊക്കെ വളരെ കൃത്യമായും വ്യക്തമായും വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണത് എന്ന് ചോദിച്ചാൽ, ലോകാവസാനം വരെ വരുന്ന സമൂഹങ്ങളിലെ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന തിന്മകൾക്കുള്ള ശിക്ഷ അത് ഏതോ ഒരു പരലോകത്ത് മാത്രം അനുഭവിക്കേണ്ടതല്ല, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കേണ്ടതുണ്ട്
എന്ന യാഥാർത്ഥ്യവും സത്യവും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ വലിയ ശിക്ഷകൾക്ക് പുറമെ ചെറിയ ചെറിയ ശിക്ഷകളും നാം നിങ്ങൾക്ക് നൽകും. ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ അതിൽ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് അൽ അദാബുൽ അക്ബർ, വലിയ ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദാബുൽ ആഖിറ, പരലോകത്തെ ശിക്ഷയെക്കുറിച്ചാണ്. ദൂനൽ അദാബിൽ അദിന, ചെറിയ ശിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ അത് ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ ചെയ്യുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷകളെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് വമാ അസോബക്കും അയ്യുഹന്നാസ്, മനുഷ്യരെ, നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ബാധിക്കുന്ന പ്രശ്നങ്ങൾ കമറലിൻ വ ഹൗഫിൻ വ ഫഖറിൻ, രോഗം പോലെ, ഭയപ്പാട് പോലെ, ദാരിദ്ര്യം പോലെ, ഇതൊക്കെയും നിങ്ങൾ ഭൂമി ലോകത്ത് ചെയ്ത ചില തിന്മകൾക്കുള്ള, തെറ്റുകൾക്കുള്ള, വൃത്തികേടുകൾക്കുള്ള ശിക്ഷകളാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, യാതനകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ തന്നെയും മറ്റൊന്നുമായും നിങ്ങൾ ഭൗതികമായി ചേർത്ത് വെക്കേണ്ടതില്ല. ഖുർആനിൻ്റെ ഭാഷയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയും ഏതൊക്കെയോ സമയത്ത് ഏതൊക്കെയോ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ദൈവധിക്കാരങ്ങൾക്ക്, വഴികേടുകൾക്ക്, തിന്മകൾക്ക് പകരമായി ദൈവം തമ്പുരാൻ തരുന്ന വാണിങ്ങുകളാണ്, മുന്നറിയിപ്പുകളാണ്, ശിക്ഷകളാണെന്നാണ് പറയുന്നത്. വേറെ ചില മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. യഖൂലുല്ലാഹു തആല ദിക്റ വമാ യുസീബുക്കും അയ്യുഹന്നാസു മിൻ മുസീബത്തിൻ ഫിദ്ദുനിയ ഫി അൻഫുസിക്കും ഫി അഹ്ലീക്കും വ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, ഇതിലൊക്കെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസീബത്തുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾക്കുള്ള ദുനിയാവിലെ പടച്ചറബിൻ്റെ ഇടപെടലുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മുമ്പേ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരായ ആളുകൾ നമുക്ക് മുമ്പേ ജീവിച്ചു പോയിട്ടുണ്ട്. പ്രവാചകന്മാരുണ്ടതിൽ, സുദ്ദീഖീങ്ങളുണ്ട്, സോലിഹീങ്ങളുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഈങ്ങളുണ്ട്, ഖുലഫാഉർ റാഷിദുകളുണ്ട്. ഒരുപാട് മഹാന്മാർ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ തന്നെയും മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ അവർ മനസ്സിലാക്കിയത് എന്താ? തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതോ ഒരു തിന്മയ്ക്കുള്ള ശിക്ഷയാണിത്. ഇങ്ങനെ മനസ്സിലാക്കാൻ മുൻഗാമികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ വരുന്നുണ്ട്. വന്നിട്ട് അയാൾ പറയാണ്, ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ദുനിയാവിലെ ഒരു അനുഗ്രഹം പോലും പടച്ചോൻ നൽകാതിരുന്നിട്ടില്ല. പലപ്പോഴും നമ്മുടെയും ചിന്തയായിരിക്കും, ഞാൻ അള്ളാഹുവിനെ പലപ്പോഴും ധിക്കരിക്കുന്നുണ്ട്, പല തിന്മകളും ഞാൻ ചെയ്തു കൂട്ടുന്നുണ്ട്, എന്നിട്ട് പോലും ദുനിയാവിലെ ഒരു അനുഗ്രഹങ്ങളും പടച്ചോൻ എനിക്ക് നൽകാതിരുന്നിട്ടില്ല. അനുഗ്രഹങ്ങൾ ധാരാളം നൽകുന്നുണ്ട്. എൻ്റെ തെറ്റുകൾ മൂലം അള്ളാഹു എനിക്കെന്തെങ്കിലും നന്മ തടഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല എന്ന് ഹസൻ ബസ്രിയോട് അയാൾ വന്ന് പറഞ്ഞപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ് പൂർത്തിയാക്കുന്നത് വരെ മഹാനായ ഹസൻ ബസ്രി മൗനം പാലിച്ചു. അത് പറഞ്ഞ് പൂർത്തിയാക്കിയപ്പോൾ ഹസൻ ബസ്രി ചോദിച്ചു ഒരൊറ്റ ചോദ്യം, താങ്കൾ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ? രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് താങ്കൾ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടോ? ഇല്ലെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ മഹാനായ ഹസൻ ബസ്രി ആ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞത്, ഇതിലധികം ഇനി എന്താണ് വേണ്ടത്? എടോ, പടച്ച റബ്ബ് അവനുമായിട്ടുള്ള കൂടിക്കാഴ്ച താങ്കൾക്ക് തടഞ്ഞു വച്ചിരിക്കുന്നു. ഏഴാം ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് ഭൂമി ലോകത്തേക്കും ഒന്നാം ആകാശത്തേക്കും ഒക്കെ ഇറങ്ങി വന്നിട്ട് തൻ്റെ അടിമകളോട് സംസാരിക്കുന്ന, നേർക്കുനേരെ കണ്ടുമുട്ടുന്ന രംഗം, ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം, അനുഗ്രഹം പടച്ചോൻ താങ്കൾക്ക് തടഞ്ഞു വച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അയാളെ ബാധിച്ചിരിക്കുന്നൊരു ദുരന്തം
ഹസൻ ബസരി ചെറിയ വാക്കുകളിലൂടെ അയാളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അഥവാ പകലിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവരുമായിട്ട് മാത്രമേ രാത്രിയുടെ ഏകാന്തതയിൽ കൂടിക്കാഴ്ച നടത്താൻ അള്ളാഹു തയ്യാറാകൂ എന്നൊരു കാര്യം അയാളെ ബോധ്യപ്പെടുത്താൻ. കണ്ടോ? അപ്പൊ ഹസൻ ബസരി കൊടുത്ത മറുപടി എന്താ? തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തി റബ്ബിൻ്റെ അടുപ്പം സമ്പാദിക്കാൻ നിനക്ക് കഴിയാതെ പോകുന്നു എന്നത് റബ്ബ് നിനക്ക് നിഷേധിച്ചിരിക്കുകയാണ്. ഇതിലും വലിയ ദുരന്തം വേറെന്താ വേണ്ടതെന്നാണ് ചോദിച്ചേ. ഇമാം വഹാഖ്, മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. മാമിൻ നഹദിൻ, ഒരാളും വിശുദ്ധ ഖുർആൻ മണപ്പാടമാക്കിയത് മറന്നു പോവുക എന്നത്. ഖുർആൻ പഠിച്ചു, ഖുർആനിലെ കുറേ സൂറത്തുകളൊക്കെ പഠിച്ചു, പക്ഷെ അത് മറന്നു പോവുകയാണ്, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇത് അയാൾ ചെയ്തൊരു തെറ്റിൻ്റെ ഇല്ലാ ബിദംബിൻ ഹദസ, ഒരു മനുഷ്യൻ ചെയ്തൊരു തെറ്റിൻ്റെ ഫലമാണത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞേ? വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിയുക എന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്പം ആയത്തുകളോ വചനങ്ങളോ കാണാതെ പഠിക്കാൻ കഴിയുക എന്നത്, ഓർമ്മശക്തി എന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഒരാൾക്ക് നിഷേധിക്കുന്നു എങ്കിൽ പഠിച്ചത് ഓർമ്മല്ല, ഖുർആൻ പഠിച്ചത് ഓതാൻ കിട്ടുന്നില്ല, മറന്നു പോവുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത ഏതോ ഒരു തെറ്റിൻ്റെ ഭാഗമായിട്ട് റബ്ബ് കൊടുക്കുന്ന ഒരു അനുഗ്രഹ നിഷേധമാണ്, ശിക്ഷയാണ് എന്നാണ് ഇമാം വഹാഖ് വിശദീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇമാം ഹസൻ ബസരിയോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വളരെ ആരോഗ്യവാനായി യാതൊരു ക്ഷീണവുമില്ലാതെയാണ് കിടന്നുറങ്ങാറുള്ളത് എന്ന് മാത്രമല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കണമെന്നും ആഗ്രഹിക്കാറുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ മനസ്സോടുകൂടി വുളു വരെ എടുത്തിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. പക്ഷെ കഴിയാറില്ല. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഹസൻ ബസരി അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞ മറുപടി, കയ്യദത്തുക ദുനൂബുക, നിന്റെ തെറ്റുകൾ നിന്നെ പിടിച്ചു വെക്കുന്നു എന്നാണ്. നീ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ചെറുതും വലുതുമായിട്ടുള്ള അരുതായ്മകൾ, തെറ്റുകൾ നന്മ ചെയ്യുന്നതിൽ നിന്ന് നിന്നെ പിടിച്ചു വെക്കുന്നു, തടഞ്ഞു വെക്കുന്നു എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയുണ്ടായി. ഇമാം അബൂ സുലൈമാൻ റഹിമഹുല്ലാ ഒരിക്കൽ പറയാം, നിങ്ങൾക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത ഏതോ ഒരു തെറ്റിനുള്ള ശിക്ഷയാണ്. നോക്കൂ നിങ്ങൾ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളല്ലേ, അല്ലേ? ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും, പക്ഷേ പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ തടസ്സങ്ങൾ മുമ്പിൽ വരും, ജമാഅത്തിനെത്താൻ കഴിയൂല. നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞ വർത്താനുണ്ടല്ലോ, പള്ളിക്ക് ഇറങ്ങിയതാണ് പക്ഷേ അപ്പോഴേക്കാണ് മറ്റേ ആൾ വന്ന് ജമാഅത്താണ്ട് കിട്ടിയില്ല, നമ്മൾ പറയാറില്ലേ? നമ്മളതിന് ഭൗതികമായ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷെ മഹാന്മാർ പഠിപ്പിക്കുന്ന ഹദീസിനെയും ഖുർആനെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഇതൊക്കെയും നിങ്ങൾ ചില തെറ്റുകളുടെ ഭാഗമാണെന്ന്. അതേസമയം നോക്കി നിങ്ങൾ, വേറെ ചില ആളുകൾ അവർ എത്ര തിരക്കാണെങ്കിലും കൃത്യമായിട്ട് അവർക്ക് ജമാഅത്ത് കിട്ടും, കൃത്യമായിട്ട് അവർക്ക് കിട്ടും. അങ്ങനെയാണ്, കിട്ടൂല എന്ന് വിചാരിച്ചാലും കിട്ടും. ഇതിനൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുന്നു. എന്തുകൊണ്ട്? എത്ര തന്നെ ശ്രമിച്ചാലും സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? നാൾക്കുനാൾ സ്വന്തം മക്കൾ തന്നോട് അനുസരണക്കേട് കാണിക്കുന്നു. എന്തുകൊണ്ട്? കുടുംബത്തിലെ അംഗങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് നടക്കുന്നില്ല, ഭാര്യ അനുസരണക്കേട് കാണിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. അതിലൊക്കെയും നമ്മൾ ചെയ്ത ഏതൊക്കെയോ തെറ്റുകൾക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരം തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടയുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടയും, രക്ഷപ്പെടുത്തും. എന്നതുപോലെ തന്നെ തിന്മകൾ നമസ്കാരം ഉൾപ്പെടെയുള്ള നന്മകളിൽ നിന്നും നമ്മളെ തടയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. തിന്മകൾ ചെയ്താൽ പലതരത്തിലുള്ള നന്മകളിൽ നിന്നും ആ തിന്മകൾ നമ്മളെ തടയും എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം ചെറുപ്പത്തിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. വളർന്നു വരുമ്പോൾ തന്നെ ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ കീഴിൽ അദ്ദേഹം പഠിച്ചത്. ഇമാം മാലിക് എപ്പോഴും അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു, മോനെ, നിൻ്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്. ആ വെളിച്ചത്തെ നീ തിന്മകൾ ചെയ്തുകൊണ്ട് അതിനെ ഊതിക്കെടുത്തരുത് എന്ന്. അഥവാ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷയെന്നോണം നിങ്ങളുടെ മനസ്സിൻ്റെ വെളിച്ചം കെടും, നിങ്ങളുടെ മനസ്സിൻ്റെ പ്രകാശം നഷ്ടപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ലാ യുസീബു ഇബ്നു ആദമ ഹദ്ശ ഊദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വിശദീകരിക്കുകയാണ്, ഒരു മനുഷ്യന് ഏൽക്കുന്ന ഒരു പോറൽ, ഹദീസിലുള്ളത് വടിതട്ടി ഏൽക്കുന്ന പോറൽ എന്താണ്? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല കമ്പോ കൊള്ളിക്കഷ്ണമോ കാലിൽ തട്ടിയിട്ട് പോറൽ വരുമല്ലോ, വലിയ മുറിവൊന്നുമല്ല. ആ പ്രയോഗം അങ്ങനെയാണ്. ഒരു വടിക്കഷ്ണം തട്ടി നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഒരു പോറൽ, ആ പോറലിനെ കുറിച്ച് റസൂൽ പറയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടർച്ചകൾ, കാലിടറി വീഴുക, ഒന്ന് ഇരടിമുട്ടുക, ഇങ്ങനെയൊക്കെയാണ് വിശദീകരണങ്ങൾ. ഇതുപോലും മനുഷ്യൻ ചെയ്യുന്ന തിന്മകളുടെ ഭാഗമായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലിലൊരു മുള്ളു കുത്തുന്നത്, നിങ്ങളുടെ കാലൊന്ന് ഇരടിമുട്ടുന്നത് എന്നിങ്ങനെ തുടങ്ങി നിസ്സാരമായ കാര്യങ്ങൾ പോലും മനുഷ്യരെ, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എന്തൊക്കെയോ തിന്മകൾക്ക് ശിക്ഷയായിട്ട് റബ്ബ് തരുന്നതാണ് എന്നാണ് അള്ളാഹിൻ്റെ റസൂല് പറയുന്നത്. മറ്റൊരു റസൂൽ ഒരു വർത്താനുണ്ട്, ഇന്നൽ അബ്ദ ലയുഹറമു റിസ്ക ബിദംബി യുസീബു. ഒരടിമയ്ക്ക് റിസ്ക് നിഷിദ്ധമാക്കപ്പെടും, ഭക്ഷണം ഇല്ലാണ്ടാകുന്നതാണ്. ദാരിദ്ര്യം വരും ഒരു മനുഷ്യൻ. എന്താ കാരണം? റിസ്ക് നഷ്ടപ്പെടും, പടച്ചോൻ പിടിച്ചു വെക്കും. എന്തുകൊണ്ട്? അയാൾ ചെയ്തൊരു തെറ്റിൻ്റെ ഫലമായിട്ട് എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ സമൂഹത്തെക്കുറിച്ച്. ഇമാമുമാരും പണ്ഡിതന്മാരും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ ഇമാമുമാർക്കും ആലിമീങ്ങൾക്കുമിടയിൽ ഭിന്നിപ്പും ബഹളവും ഉണ്ടാക്കി അള്ളാഹു ശിക്ഷിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ അതൊക്കെ ആലിമീങ്ങൾ, ഇമാമുമാർ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ, നിലപാടുകൾ എഴുതിയിട്ടില്ലെങ്കിൽ, പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അള്ളാഹു ശിക്ഷിക്കുന്നതാണ് ഈ പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ അവർക്കത് നിഷേധിക്കുന്നതാണ്. ഒരു സമൂഹത്തിൽ വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും വ്യാപകമായാൽ മാറാ രോഗങ്ങൾ നൽകി അള്ളാഹു പരിശിക്ഷിക്കുന്ന എയ്ഡ്സ് പോലുള്ള ദുരന്തങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ് എന്നൊക്കെ ആധുനിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മുൻഗാമികളായ ആളുകളൊക്കെ എത്രയെത്ര ഗൗരവത്തോടെയാണ് പ്രിയമുള്ളവരെ ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇമാം പറഞ്ഞൊരു വർത്താനം എന്താ അറിയോ? നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഒരു മഹാനായ ഇമാം പറഞ്ഞത്, 5 മാസമായിട്ട് എനിക്ക് രാത്രി നമസ്കരിക്കാൻ കഴിയണില്ല. ഏതാ രാത്രി നമസ്കാരം? തഹജ്ജുദ്. 5 മാസമായിട്ട് എനിക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറേ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണത്. ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ശിക്ഷയായിട്ടാണ് എനിക്ക് തഹജ്ജുദ് എണിച്ച് നമസ്കരിച്ച് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ പോകുന്നത്. എന്താ തെറ്റ്? മുമ്പിൽ സ്വയം കണ്ടെത്തുക. എന്താ തെറ്റ്? ഒരിക്കൽ ഒരാൾ കരയുന്നത് കണ്ടപ്പോൾ ആ കരച്ചിൽ കാപട്യമാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു എന്നാ. നോക്കിയാൽ നിങ്ങൾ എന്താ സൂക്ഷ്മത മുൻഗാമികൾക്ക്. ആൾ പറയുന്നത്, എനിക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് വിചാരിച്ചാലും കഴിയണില്ല, വിഷമമുണ്ട്. അപ്പം എന്താ കാരണം? അങ്ങനെ കുറേ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരിക്കൽ ഒരാൾ കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി അത് കള്ളക്കരച്ചിലാണ്, കാപട്യമാണ് ആ കാണിക്കുന്നത്. എൻ്റെ മനസ്സ് വെറുതെ പറഞ്ഞുപോയി. ആ ചെയ്തൊരു തെറ്റിൻ്റെ ശിക്ഷയായിട്ട് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് സ്വർഗം നേടാനുള്ള വഴി റബ്ബെനിക്ക് അടച്ചു വെച്ചു എന്നൊരു മഹാനായ പണ്ഡിതൻ സ്വയം ഇങ്ങനെ വിചാരണ നടത്തി പറയുക. നമുക്ക് കഴിയോ? ഇങ്ങനെ കഴിയോ? ഒരു മഹാൻ പറഞ്ഞത്, എൻ്റെ ഭാര്യ എന്നോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുക, എൻ്റെ റബ്ബേ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നാണ്. ഒരു മഹാൻ പറയാണ്, എൻ്റെ ഭാര്യ എങ്ങാനും എന്നോട് വല്ല അനുസരണക്കേടും കാണിച്ചാൽ അപ്പം ഞാൻ ചിന്തിക്കുക എന്താണെന്നറിയോ, എന്ത് തെറ്റാണ് റബ്ബേ ഞാൻ ചെയ്തത് ജീവിതത്തിൽ.
ഞാൻ ചെയ്ത എന്ത് തെറ്റിന് പകരമായിട്ടാണ് റബ്ബേ അത്തരം ഒരു അദാബ് എനിക്ക് തരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എന്നൊരു മഹാൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്താനുണ്ട്. ജനങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ജനങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ആളുകൾക്ക് നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, എന്തോ ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയണത്. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, വ്യക്തിപരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായി നമ്മളൊക്കെയും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നേരിട്ടവരാണ്. പക്ഷേ അതിനെ ഈ അർത്ഥത്തിലെടുക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം, അല്ലേ? നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? എത്ര പ്രയാസങ്ങൾ നമുക്ക് പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ പടച്ചോനെ, ഇത് ഞാൻ എപ്പോഴൊക്കെയോ ചെയ്ത എന്തൊക്കെയോ ചില അള്ള ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ ചെയ്തതിൻ്റെ ശിക്ഷയായിട്ടാണല്ലോ പടച്ചോൻ ഇങ്ങനെയൊക്കെ ഓരോന്നെനിക്കിന് ഡോസായിട്ട് തരുന്നത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നൊരു കാര്യം എന്താ അറിയോ? ഈ ചിന്താഗതിയാണ്. ഏത്? തെറ്റുകൾക്ക് ശിക്ഷയൊക്കെ ഉണ്ട്, തിന്മകൾ ചെയ്താൽ ശിക്ഷയൊക്കെ കിട്ടും. അത് എവിടെയോ ഒരിക്കൽ മരിച്ചു പോയിട്ടൊരു പരലോകത്തെപ്പോഴോ വരാനുള്ള ഒരു അനന്തമായ ഒരു ഗ്യാപ്പ് നമ്മൾ ഇടുകയാണ്. അതെപ്പോഴോ ഒരു പരലോകത്ത് വെച്ച് അല്ല, പരലോകത്തുണ്ട്. അതിന് പുറമെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ, അത് രോഗമായിട്ടാകാം, സാമ്പത്തിക പ്രയാസം തന്നിട്ടാകാം, കച്ചവടത്തിൽ ദുരിതം തന്നിട്ടാകാം, മക്കൾ അനുസരിക്കാത്ത വിധത്തിലാകാം, അങ്ങനെ എങ്ങനെയുമാകാം, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ തരും എന്നാണല്ലോ പറയുന്നത്. അതെന്തിനാ? ലഅല്ലഹും യർജിഊൻ. ആ തെറ്റിൽ നിന്നൊക്കെ മാറി നിങ്ങൾ നല്ലവരായിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ച് മടങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് ആ പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, സൂറ ഷൂറയിലെ 30-ാമത്തെ ആയത്താ. നിങ്ങൾക്കൊരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ, നിങ്ങൾ ചെയ്ത പല പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടു തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല മുസീബത്തുകളും എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ നിരന്തരം ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ ലോകത്ത് ചെയ്യുന്ന തെറ്റുകൾക്ക്, തിന്മകൾക്ക്, ദൈവധിക്കാരങ്ങൾക്ക് അതൊരു പരലോകത്ത് വെച്ച് മാത്രമല്ല, ഞാൻ ദുനിയാവിൽ അനുഭവിക്കുന്ന മുസീബത്തുകളിൽ എൻ്റെ തിന്മകൾക്കും കൃത്യമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കി, അതൊക്കെ പടച്ച റബ്ബ് നമുക്ക് നന്നാകാനും തിരിച്ചു പോകാനും ജീവിതം നന്നാക്കാനും ഒക്കെ തരുന്ന ചില ടെസ്റ്റ് ഡോസുകളാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ, അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.